വയനാട്ടിൽ KSRTC സ്വിഫ്റ്റ് ബസ്സിന് നേരെ ആക്രമണം. ഡ്രൈവർക്ക് പരിക്കേറ്റു. ബൈക്കുകളിലെത്തിയ 3 പേർ ബസിന്റെ ചില്ലുകൾ തകർത്തു. മീനങ്ങാടി സ്റ്റോപ്പിൽ ആളെ ഇറക്കിക്കൊണ്ടിരുന്നപ്പോൾ ഒരു 2 ബൈക്കിലായിട്ട് 3 പേര് വന്നു. അവരൊന്ന് കേൾക്കാൻ കൊള്ളത്തില്ലാത്ത രീതിയിൽ ഡ്രൈവർ സൈഡിൽ വന്ന് തെറി പറഞ്ഞിട്ട് വണ്ടി ഒതുക്കി നിർത്തണമെന്ന് പറഞ്ഞിട്ട് വളരെ മോശമായിട്ട് കേട്ടാൽ ഇറക്കുന്ന രീതിയിലുള്ള തെറികളാണ് വിളിച്ചത്. അതൊന്നും മൈൻഡാക്കാതെ നമ്മൾ മുന്നോട്ട് വണ്ടി എടുത്ത് പോരുകയും ചെയ്തു. നമ്മള് താഴെമുട്ടൽ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിക്കുമ്പോൾ അവിടെ ഒരു ഫാമിലി ഇറങ്ങാണ്ടായിരുന്നു. അവരെ ഇറക്കിക്കൊണ്ടിരുന്നപ്പം എനിക്കും പേടി വന്ന രീതിയിൽ കല്ലുമായിട്ട് വന്ന് 3 പേര് കല്ല് എടുത്തുകൊണ്ട് വന്നിട്ട് വണ്ടിയുടെ ബസിന്റെ ഫ്രണ്ടിൽ വണ്ടി വെച്ചിട്ട് അവർ കല്ല് എടുത്തുകൊണ്ട് വന്നു. അപ്പൊ ഞാൻ ഈ യാത്രക്കാരെ ഇറക്കി വിട്ടിട്ടുണ്ടെങ്കിൽ ഇവർ വണ്ടിക്കകത്ത് കയറും. അതുകൊണ്ട് ഈ യാത്രക്കാരെ ഇറക്കി വിട്ടില്ല. അപ്പം ഉടനെ വന്ന് ഡ്രൈവർ സൈഡ് ഡോറിന്റെ അവിടെ വന്നിട്ട് ഡോറിനിട്ട് അടിക്കുകയും ചില്ലിട്ടൊക്കെ അടിച്ച് ഇവര് ബഹളം ഉണ്ടാക്കി. അപ്പം ഡോറ് തുറക്കാതെ വന്നപ്പം ഇവര് കല്ല് വെച്ച് ഗ്ലാസ് അടിച്ചു പൊട്ടിച്ചു. കൽപ്പറ്റ സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇന്നലെ കൽപ്പറ്റ ഹോസ്പിറ്റലിൽ പോയിട്ടാണ് ഞാൻ അവിടുന്ന് കയ്യിൽ ബ്ലഡ് നിൽക്കാതെ വന്നപ്പോൾ ഞാൻ അവിടെ ഹോസ്പിറ്റലിൽ പോയിട്ടാണ് ഞാൻ സർവീസ് പോകുന്നത്. സുർജിത് അയ്യപ്പത്തുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. സുർജിത്, ശരിക്കും ഇവർ എന്തിനാണ് ഈ ആക്രമണം നടത്തിയത്? ഒപ്പം ഇവരെ പിടികൂടാനായിട്ടുണ്ടോ? നിലവിലിപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം ഈ 3 പേരെയും പിടികൂടാൻ കഴിഞ്ഞിട്ടുണ്ട്. കൽപ്പറ്റ പോലീസാണ് ഇതുമായി ബന്ധപ്പെട്ട കേസ് അന്വേഷണം നടത്തുന്നത്. SIയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇവരുടെ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ്. വിവരങ്ങൾ അല്പസമയത്തിനകം തന്നെ നമുക്ക് ലഭ്യമാക്കാൻ കഴിയും. ഇന്നലെയാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. ഈ ബസ്, സ്വിഫ്റ്റ് ബസ് എന്ന് പറയുന്നത് ഈ രാത്രി യാത്രാ നിരോധനം ഉള്ള ആ നിരോധന പരിധിയിൽ പെടാത്ത ഒരു ബസ്സാണ്. അതായത് ഏതാനും ബസ്സുകൾ രാത്രിയിൽ ആ മുത്തങ്ങ പാതയിലൂടെ ബാംഗ്ലൂരിലേക്കും തിരിച്ചും സർവീസ് നടത്തുന്നുണ്ട്. അതിൽ പെടുന്ന ഒരു സ്വിഫ്റ്റ് ബസ്സാണ് ഇത്. ഈ ബസ് ഓടിച്ചിരുന്നത് പ്രശാന്ത് എന്നു പേരുള്ള ഇടുക്കി സ്വദേശിയാണ്. അദ്ദേഹം വാഹനവുമായി വരുന്ന വഴിക്ക് ബത്തേരിയിൽ ആളെ സിറ്റിംഗ് കപ്പാസിറ്റിയിലാണ് വന്നിരുന്നത്. അതുകൊണ്ട് തന്നെ സിറ്റിംഗ് കപ്പാസിറ്റിയിലായതിനാൽ തന്നെ കൂടുതൽ ആളുകളെ കയറ്റാൻ വേണ്ടി കഴിഞ്ഞില്ല. ഇതിനിടയിലാണ് ഈ താഴെമുട്ടിലെത്തുന്ന ഘട്ടത്തിൽ ഒരു ബൈക്ക് മുന്നിൽ നിന്ന് മാറാതെ അതിങ്ങനെ കളിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു നീക്കം ഉണ്ടായത്. അതിന് ഒപ്പം തന്നെ മറ്റൊരു ബൈക്കും ഉണ്ടായിരുന്നു. അതിൽ 2 പേരുണ്ടായിരുന്നു. ഇതിനുശേഷം ഇവർ താഴെമുട്ടിൽ ആളെ ഇറക്കാൻ വേണ്ടി ബസ് നിർത്തിയ ഘട്ടത്തിൽ ഇവർ ഇറങ്ങി വന്ന ശേഷം നേരെ ഈ വാക്കേറ്റം ഉണ്ടാവുകയും ഈ ചില്ല് അടിച്ച് പൊട്ടിക്കുകയുമാണ്. സൈഡ് ചില്ലാണ് അടിച്ചു പൊട്ടിച്ചത്. കണ്ണിലേക്ക് ഇത് തെറിച്ചു. അതോടൊപ്പം തന്നെ വിരലിന് പരിക്കേറ്റു. അതാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് പ്രശാന്ത് പറയുന്നത്. ഇതിൽ ഒരാൾ ഈ മീനങ്ങാടി ഭാഗത്തുള്ള ഒരു ഹോട്ടലിലെ ഈ ഭക്ഷണം വിതരണം ചെയ്യുന്ന ഇതിൽ ഉൾപ്പെട്ട ഒരു ജീവനക്കാരനായിട്ടുള്ള ആളാണ്. അയാളാണ് ആ ബൈക്ക് ഉൾപ്പെടെ കൊണ്ടുവന്നുകൊണ്ടാണ് ഇങ്ങനെ ഒരു ആക്രമണം നടത്തിയത്. പക്ഷേ നമ്മൾ ഈ ഹോട്ടലുമായി ബന്ധപ്പെട്ടു. അവർ പറഞ്ഞു ഇതിൽ ഒരു തരത്തിലുള്ള ബന്ധവുമില്ല. താഴെമുട്ടിലല്ലായിരുന്നു ഭക്ഷണത്തിൻ്റെ ഡെലിവറി ഉണ്ടായിരുന്നത്. ഇത് മറ്റൊരു സ്ഥലത്തായിരുന്നു. അതായത് ഈ ഹോട്ടലിന് അടുത്തുള്ള ഒരു സ്ഥലത്താണ് ഉണ്ടായിരുന്നത്. പുറകെ പോയി ഇത്തരത്തിലുള്ള ആക്രമണം നടത്തിയത് ഒരു തരത്തിലുള്ള ബന്ധവും ഈ ഹോട്ടലിനില്ല എന്നുള്ളത് ഹോട്ടൽ അധികൃതർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ പരിക്കുകളോടെ ഇദ്ദേഹം നേരെ ആശുപത്രിയിൽ ചികിത്സ തേടി. കൽപ്പറ്റ കൈനാട്ടിൽ ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടിയ ശേഷമാണ് പിന്നീടാണ് സർവീസ് പുനരാരംഭിച്ചത്. കൈക്ക് പരിക്കുണ്ട്. ഇടുക്കി സ്വദേശിയാണ് പ്രശാന്ത്. ഇതുമായി ബന്ധപ്പെട്ട് ഈ 3 പേരെയും പിടികൂടാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള തരത്തിലുള്ള വിവരമാണ് നമുക്ക് പോലീസിൽ നിന്ന് ലഭ്യമാകുന്നത്. പോലീസ് കൃത്യമായ രീതിയിൽ തന്നെ അന്വേഷിക്കുന്നുണ്ട്. എന്തായാലും ഈ സാധാരണഗതിയിൽ ഇങ്ങനെ ഇവർ ഉന്നയിക്കുന്ന, അതായത് ഈ കേസിൽ പ്രതികളായിട്ടുള്ള ആളുകൾ ഉന്നയിക്കുന്ന വാദം എന്ന് പറയുന്നത് ഈ ബസ്സിന് സമാന്തരമായ ഒരു കാറ് പോകുന്നുണ്ടായിരുന്നു. ആ കാറും ഇങ്ങനെ ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത് ഇവർക്ക് നേരെ കാട്ടിലേക്ക് വാഹനം, അതായത് ബൈക്ക് ഓടിച്ച് മാറ്റേണ്ട ഒരവസ്ഥയുണ്ടായി. അങ്ങനെയാണ് രക്ഷപ്പെട്ടത്. അതിന് കാരണം ഈ ബസ്സാണ്. ഈ ബസ്സിൻ്റെ ഡ്രൈവറാണെന്നുള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ആക്രമണം നടത്തിയതെന്നുള്ളതാണ് ഈ പോലീസിനോട് ഇവർ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഈ ആക്രമണം നടന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് വാക്കേറ്റം സാധാരണഗതിയിൽ ഉണ്ടാകാറുണ്ട്. ബസ്സിന്റെ അമിതവേഗം ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടി അങ്ങനെയൊക്കെ വാക്കേറ്റങ്ങൾ ഉണ്ടാകുന്ന പതിവ് നമുക്ക് കാണാറുണ്ട്. സ്വകാര്യ ബസ്സുകളുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാറുണ്ട്. പക്ഷേ ഇത് നേരെ വന്ന് ഈ KSRTC സ്വിഫ്റ്റ് ബസ്സിന്റെ ചില്ല് അടിച്ചു തകർക്കുന്ന, കല്ലുപയോഗിച്ച് ചില്ല് അടിച്ചു തകർക്കുന്ന ഒരു നിലപാടാണ് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും അതൊരു കുറ്റകരമായ വിഷയമാണ്. അതുകൊണ്ട് തന്നെയാണ് പോലീസ് വേഗം തന്നെ ഇടപെടുകയും ഇപ്പോൾ നടപടിയിലേക്ക് കടന്നിരിക്കുകയും ചെയ്തിരിക്കുന്നത്. സുർജിത് അയ്യപ്പത്താണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. അപ്പോൾ ഇപ്പം മനസ്സിലാക്കിയ ഇതനുസരിച്ചിട്ടാണെങ്കിൽ അവർ കാട്ടിലേക്ക് ഇങ്ങനെ പോകേണ്ട ഒരവസ്ഥ വന്ന് അവർക്ക് പെട്ടെന്നുണ്ടായ ദേഷ്യമാണ് ഇതിന് കാരണമാവുന്നത്. പക്ഷേ
പിന്തുടർന്നു വരുന്നു, പിന്നെ കാറിൻ്റെ ചില്ല് തകർക്കുന്നു. ഇതൊക്കെ തന്നെ അക്രമമാണ്. നമ്മൾ ആ ദേഷ്യം കുറച്ചൊന്ന് അടക്കിയാൽ അവരുടെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ പോലും വേറെ ഏതെല്ലാം തരത്തിൽ അത് പറഞ്ഞു തീർക്കാൻ കഴിയും. അപ്പോൾ അത് തന്നെയാണ് നമ്മളെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ദേഷ്യം, കോപം പെട്ടെന്നുണ്ടാകുന്ന ദേഷ്യമൊക്കെ അടക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ വലിയ ദുരന്തങ്ങളിലേക്ക് നമ്മൾ പോകുന്നത് കാണാൻ കഴിയും. ഇപ്പം എന്തായാലും കേസ് എടുത്തിട്ടുണ്ട്. ആരൊക്കെയാണ് എന്നുള്ള 3 പേരെ പിടികൂടിയിട്ടുണ്ട്. ആരൊക്കെയാണ് പെരുവിവരങ്ങളൊക്കെ വരും മണിക്കൂറുകൾ നമുക്ക് ലഭ്യമാവുമെന്നാണ് സുർജിത്ത് പറഞ്ഞത്. യെസ്.